വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അടുത്ത വർഷം പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. വളരെ ചെറിയ സംസ്ഥാനമാണ്. 40 നിയമസഭാ സീറ്റുകളെ നിലവിലുള്ളൂ. 2 ലോക്സഭാ സീറ്റുകളും. അതിലൊന്ന് BJPയുടെ കൈവശവും ഒന്ന് കോൺഗ്രസിൻ്റെ കൈവശവുമാണ്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റോൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചാണ് BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത്. മനോഹർ പാരിക്കർ മികച്ചൊരു നേതാവ് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം BJPക്ക് ഗോവയിൽ വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ദിഗംബർ കാമത്ത് ഇടയ്ക്ക് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്ന പല നീക്കങ്ങളും നടത്തിയെങ്കിലും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന് വശംവദനായി നിൽക്കുകയാണ്. എന്നാൽ കൂടുതൽ ആലോചനയിലേക്ക് പോകാതെ കേവല ഭൂരിപക്ഷം മാത്രമല്ല 4/3 ഭൂരിപക്ഷത്തോടെ 30-ൽ കൂടുതൽ സീറ്റുകളുമായി സമ്പൂർണ്ണ വിജയം നേടിയെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം. BJP നേതൃത്വത്തിന് ഗോവയിൽ വലിയ തിരിച്ചടി ലഭിക്കുമെന്ന് സർവേകൾ പലതും പറയുന്നുണ്ട്. BJP പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതുപോലെ തന്നെ SIR പോലുള്ള നടപടികളുടെയും വലിയ പിൻബലത്തോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ രീതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊന്നുമല്ല ഞങ്ങളാണ് എപ്പോഴും ഭരിക്കേണ്ടത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന തെറ്റായ പ്രതീതി തോന്നിപ്പിച്ചെടുക്കാൻ കഴിയുമാറ് EVMലെ തട്ടിപ്പുകളിലൂടെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള അധികാരം പിടിച്ചെടുക്കൽ നടക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് ആരോപിക്കുന്നത് മാത്രമല്ല, തെളിവ് സഹിതം കൊണ്ടുവരുന്ന കാര്യമാണ്. ഗോവയിൽ ആംഗ്ലോ ഇന്ത്യൻസ് കൂടുതലാണ്. ക്രൈസ്തവരാണ് കൂടുതൽ ഗോവയിൽ കണ്ടുവരുന്നത്. പരമ്പരാഗത ഹിന്ദു വോട്ട് അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന രീതിയല്ല അവിടെയുള്ളത്. ഒരു തീരദേശ സംസ്കാരമാണ് ഗോവയിൽ കണ്ടുവരുന്നത്. അവിടേക്ക് എങ്ങനെയാണ് BJPയുടെ ഈ കടന്നുകയറ്റം? BJP എങ്ങനെയാണ് അധികാരം നിലനിർത്തുന്നത്? BJPയുടെ അധികാര തുടർച്ച ഗോവയിൽ വീണ്ടും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ BJP അവിടെ വലിയൊരു ശക്തിയെയല്ല. ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കളും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കളും MLAമാരടക്കം കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ തെറ്റായ തീരുമാനങ്ങളെ ഗോവയിലെ പ്രാദേശിക നേതാക്കൾ നഖശികാന്തം എതിർക്കുകയാണ്. വർഗീയ കൂട്ടുകക്ഷിയുമായി ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും ഞങ്ങൾ തയ്യാറല്ല എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തിയിരിക്കുന്നു.